ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്ന് മാത്രം വിവരങ്ങൾ ശേഖരിക്കാനും കിംവദന്തികളോ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളോ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കാനും സർക്കാർ പൊതുജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഊഹാപോഹങ്ങളില്ലാത്ത അതത് രാജ്യങ്ങളുടെ ഔദ്യോഗിക ഏജൻസികൾ പുറത്തുവിടുന്ന വാർത്തകൾ മാത്രമാണ് ഇവിടെ നൽകുന്നത്. ഇതിൽ ആവേശമില്ല, തികച്ചും ആധികാരികമായ വാർത്തകൾ മാത്രം. ഗൾഫിൽ ഈദ് ഉൽ ഫിത്തർ മാർച്ച് 20 വെള്ളിയാഴ്ച. സൂര്യന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നതിനാലും സൂര്യാസ്തമയത്തിന് ശേഷം സംഭവിക്കുന്ന സംയോജനത്താലും മാർച്ച് 18 ചന്ദ്രക്കല കാണുന്നത് അസാധ്യമാണ് എന്നാണ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര കേന്ദ്രത്തിന്റെ പ്രവചനം. അതായത് വിശുദ്ധ റമദാൻ മാസം ഇത്തവണ 30 പൂർത്തിയാക്കാൻ സാധ്യതയുണ്ടെന്നും ഈദ് ഉൽ ഫിത്തറിന് ആദ്യ ദിവസം മാർച്ച് 20 ആയിരിക്കുമെന്നുമാണ് പ്രവചനം. ഇറാൻ ആക്രമണം. അബുദാബിയിൽ 2 ഇടങ്ങളിലായി അവശിഷ്ടങ്ങൾ വീണ് 2 പേർക്ക് പരിക്കേറ്റു. ഒരു ജോർദാൻ പൗരനും ഒരു ഈജിപ്ഷ്യൻ പൗരനുമാണ് പരിക്കേറ്റത്. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. ഫുജൈറ ഓയിൽ ടാങ്ക്സിന് തീപിടിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്നാണ് തീപിടുത്തം ഉണ്ടായത്. ആരും മരിച്ചതായി റിപ്പോർട്ടില്ലെന്നും എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങളെ അറിയിക്കുമെന്നും അധികൃതർ സ്ഥിരീകരിച്ചു. സ്ഥിതിഗതികൾ ശാന്തം. യിൽ കമ്പനികൾ ഓൺസൈറ്റ് പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. എങ്കിലും നിലവിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ സാധ്യമാകുന്നിടത്തെല്ലാം പലരും വർക്ക് ഫ്രം ഹോം നയം തന്നെയാണ് നടപ്പിലാക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ നിയന്ത്രണങ്ങളോടെ പുനരാരംഭിച്ചു. ഇന്ന് മാത്രം ഇന്ത്യൻ വിമാന കമ്പനികൾ യിൽ നിന്നും 50 സർവീസുകളാണ് ഇന്ത്യയിലേക്ക് നടത്തുന്നത്. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനായി എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്ന് 32 പ്രത്യേക സർവീസുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. എമിറേറ്റ്സും ഇത്തിഹാദും ഫ്ലൈ ദുബായും എയർ അറേബ്യയും നിയന്ത്രണങ്ങളോടെ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും സ്ഥിരീകരിച്ച ടിക്കറ്റുകൾ ഉള്ളവർക്ക് മാത്രമാണ് വിമാനത്താവളങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. യുദ്ധം 10ാം ദിവസം. യുഎസും ഇസ്രയേലും ഇറാനിൽ ബോംബാക്രമണം തുടരുന്നു. ഇറാനിലെ ടെഹ്റാനിലും കോമിലും ഇന്നും വൻ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടെഹ്റാനിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ നഗരത്തിൽ ഉടനീളം വിഷപ്പുക പടർന്നതായി റിപ്പോർട്ടുണ്ട്. പരമോന്നത നേതാവായി മുസ്തഫ ഖമൈനി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇറാനും പ്രത്യാക്രമണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇസ്രയേലിന്റെ തെക്കൻ വടക്കൻ പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇത്തവണ ഇറാനിയൻ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇതോടെ ഇസ്രയേലിന്റെ പല പ്രദേശങ്ങളിലും സൈറണുകൾ മുഴങ്ങുന്നതായാണ് റിപ്പോർട്ട്. ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ടെൽ ആരാദ്, ഡിമോണ പ്രദേശങ്ങളിലും നെഗേവിലും സൈറണുകൾ മുഴങ്ങി. ഹൈഫ നഗരം മുതൽ ടിബീരിയാസ്, ജസ്രീൽ താഴ്വര, ബെയ്സാൻ നഗരം, ലോവർ ഗലീലി എന്നിവിടങ്ങളിലും സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഇറാൻ ആക്രമണം. ഇന്നലെ അർദ്ധരാത്രിയോടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച കുറഞ്ഞത് 3 ബാലിസ്റ്റിക് മിസൈലുകളും 4 ഡ്രോണുകളും വെടിവെച്ചിട്ടതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷാ സന്ദേശങ്ങൾ ഗൗരവമായി കാണണമെന്ന് സൗദി സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ്. അടിയന്തര സാഹചര്യങ്ങളിൽ ദേശീയ മുൻകൂർ മുന്നറിയിപ്പ് പ്ലാറ്റ്ഫോം വഴി ലഭിക്കുന്ന സുരക്ഷാ സന്ദേശങ്ങൾ ഗൗരവമായി കാണണമെന്നും കർശനമായി പാലിക്കണമെന്നുമാണ് സൗദി സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് രാജ്യത്തെ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടത്. ബഹ്റൈനിൽ ഇന്നും ഇറാൻ ആക്രമണം. കുട്ടികൾ ഉൾപ്പെടെ 32 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെല്ലാം ബഹ്റൈൻ പൗരന്മാരാണ്. ഇതിനിടെ ബഹ്റൈനിലെ ദേശീയ ഊർജ്ജ കമ്പനിയുടെ റിഫൈനറി സമുച്ചയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. ബഹ്റൈന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രധാന ഉറവിടത്തിലാണ് ആക്രമണം ഉണ്ടായതെങ്കിലും ആഭ്യന്തര ഊർജ്ജ വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായി അധികൃതർ അറിയിച്ചു. എണ്ണ വില കുതിക്കുന്നു. ഇന്ന് മാത്രം വില 25% ഉയർന്നത്. ചില പ്രധാന ഉൽപ്പാദകർ വിതരണം വെട്ടിക്കുറച്ചതും ഇറാനുമായുള്ള യുദ്ധം മൂലം ദീർഘകാല ഷിപ്പിംഗ് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന ഭയവും മൂലമാണ് വിപണിയിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയത്. യിൽ മഴയ്ക്കും കാറ്റിനും സാധ്യത. വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലും തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ കാറ്റിന്റെ വേഗം 40 കിലോമീറ്റർ വരെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്.